നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ വെള്ളരിക്കയും മാങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒഴിച്ചുകറി ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം വെള്ളരിക്ക, പിന്നെ ഒരു മാങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ളത് ഒരു 1.5 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 2 കഷ്ണം ചെറിയ ഉള്ളി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നല്ലതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളരിക്ക കഷ്ണവും മാങ്ങയുടെ കഷ്ണവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിലാണ് ചെയ്യുന്നത്, പക്ഷേ മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയേനെ. ഞാൻ പക്ഷേ ഇപ്പോൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2 പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരൽപ്പം കറിവേപ്പില. ഇനി നമുക്ക് ഈ മാങ്ങയും വെള്ളരിക്കയും ഒന്ന് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം, നമ്മുടെ ഗ്രേവിക്കും കൂടെ കണക്കാക്കിയുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. ഒരുപാട് ഗ്രേവി വേണ്ട, എങ്കിലും കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ അല്പം മീൻകറിയും കൂടെ, നല്ല കോട്ടയം സ്റ്റൈലുള്ള മീൻകറി ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇതിന് കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മീൻകറിയുടെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു പകുതി വേവായിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് വെന്തോട്ടെ. അപ്പോൾ വീണ്ടും നമ്മൾ തുറന്നു നോക്കി. ഇപ്പോൾ നമ്മുടെ മാങ്ങയും വെള്ളരിക്കയും നല്ലതുപോലെയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങൾ, മാങ്ങയാണേലും വെള്ളരിക്കയാണേലും ഒരുപാട് ഉടയാൻ പാടില്ല, നന്നായിട്ട് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. നന്നായിട്ട് അരച്ചിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഗ്രേവി ഒരുവിധം പിരിപിരാന്ന് കിടന്നാൽ അതൊരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് നീണ്ടു പോകാൻ പാടില്ല, എങ്കിലും ഒരുവിധം ഒന്ന് നമ്മൾ ഒഴിച്ച് കഴിക്കാനായിട്ട് പാകത്തിന് ആണ് ഗ്രേവി നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം, പിരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നിൽക്കണം. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഏകദേശം കറക്റ്റായിരുന്നു. ഇത് ഒരുപാട് തിളച്ച് പോകരുത്, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. പക്ഷെ അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. ചിലപ്പം മിക്കവാറും എല്ലാവരും ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള കറി. പക്ഷെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാനത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക മാങ്ങ ഒഴിച്ചറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. ഈ സമയം നമുക്ക് കുറച്ച് ഉലുവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല. കടുക് പൊട്ട് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഏകദേശം നമ്മുടെ വറവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറിക്ക് ഒരല്പം എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കൂടെ കിട്ടും. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റവ് ഓഫ് ചെയ്ത് ഒരല്പം തണുത്തതിന് ശേഷമാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ഒഴിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു കളറും കിട്ടും, ഒരല്പം എരിവും കൂടെ ഉണ്ടാവും കറിക്ക്. കറിക്ക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണ്ട. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചുകറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടിയിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരല്പം മീൻകറിയിലുണ്ട്, നന്നായിരിക്കും. ഇത് ഏകദേശം നമ്മളൊരു മോരുകറിയൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാണ്. ഒരുപാട് എരിവൊന്നും ഇല്ലാതെ ഉള്ളൊരു സാധാരണ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്